ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 0.7 പ്ലസ് 0.77 പ്ലസ് 0.777 പ്ലസ് 0.7777 വാല്യൂ കാണാനാണ് ചോദ്യം. അതായത് നമ്മൾ താഴെ എഴുതുക, എഴുതി കൂട്ടുക. 0.7 0.77 0.777 0.7777. അപ്പം ഇവിടെ നമ്മൾ ഈ പോയിന്റ് എല്ലാം നേരെ താഴെ വരണം. എഴുതി ഇനി നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എത്ര സ്ഥാനമുള്ള 4 സ്ഥാനമുണ്ട്. അപ്പം 4 സ്ഥാനം വരത്തക്കോലെ പറ്റാത്തടത്തെല്ലാം 0 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 2 സ്ഥാനം ആയതുകൊണ്ട് 2 0 ഇട്ട് കൊടുക്കും. ഇവിടെ 1 സ്ഥാനം ആയതുകൊണ്ട് 3 0 ഇട്ട് കൊടുക്കും. നമുക്കിത് കൂട്ടി എഴുതാൻ 7 0 0 7 7 7 14 ശിഷ്ടം 1 3 21 22 ശിഷ്ടം 2 എഴുതാൻ 28 2 30 ശിഷ്ടം 0 ശിഷ്ടം 3 ഈ 3 0 0 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3.0247 വരും. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 3.0247. അതായത് ഇത് വെറുതെ അങ്ങ് താഴെ നമ്മളങ്ങ് എഴുതുക. 0.7 0 പോയിന്റ് നേരെ വരണം. 0.77 0.777 0.7777. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഏതാ ഏറ്റവും കൂടുതൽ 4 സ്ഥാനം. അപ്പോൾ 4 സ്ഥാനം വരത്തക്കോല് നേരെ വരത്തക്കോല് അത്രയും 0 ഇട്ട് കൊടുത്താൽ മതി കൂട്ടാൻ സൗകര്യത്തിന്. ഇവിടെ 3 7 ഉണ്ടായിട്ട് ഇവിടെ ഒരു 0 ഉള്ളൂ. ഇപ്പോൾ 2 7 ഉള്ളതുകൊണ്ട് 2 0 കൂടെ കൊടുക്കുക 4. ഇവിടെ ഒരു 7 ഉള്ളതുകൊണ്ട് 3 0 കൂടെ കൊടുക്കുക 4. എന്നിട്ട് വെറുതെ കൂട്ടിയാൽ മതി. 7 7 14 ശിഷ്ടം 1 7 21 22 ശിഷ്ടം 2 28 2 30 30ന് 0 ശിഷ്ടം 3 ഈ 3 ഈ 0 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3.0247 ഓപ്ഷൻ സി ആണ് തരും. അതുപോലെ 1 + 1/10 + 1/100 + 1/1000 1/1000. അപ്പം ഇതിൻ്റെ വില എങ്ങനെയാണ് കാണുക? 1 നമുക്ക് നോക്കാം. 1നെ നമുക്ക് 1 എന്ന് തന്നെ എഴുതാം. 1 + 1/10 എന്ന് പറഞ്ഞാൽ 0.1 ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. 1/100 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക. ഇവിടെ ഒരു സ്ഥാനം ഉള്ളതായിട്ട് ഒരു 0 കൊടുത്തു. പ്ലസ് 1/1000 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഇടത്തോട്ട് 3 സ്ഥാനം കുത്തിടണം. ഇവിടെ 1 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം 3 സ്ഥാനത്തിന് വരും 2 0 കൂടെ കൊടുക്കുന്നു. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വരണം. ഇവിടെ വെറും പോയിന്റ് 1നെ നമുക്ക് 0.1 എന്ന് എഴുതാം. ഇവിടെ പോയിന്റ് 0.1നെ 0.01 എന്ന് എഴുതാം. ഇതിന് 0.001 എന്ന് എഴുതാം. വെറും 1നെ നമുക്ക് 1.0 എന്ന് കൊടുക്കാം. 1നെ നമുക്ക് എന്ത് കൊടുക്കാം? 1.0 0.1 0.001 ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് 3 സ്ഥാനം പറ്റാത്ത നമുക്ക് ബാക്കി ഇങ്ങോട്ട് 0 ഇട്ട് കൊടുക്കും. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. ഒരെണ്ണം 0 ഉള്ളൂ. വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. ഇവിടെ പോയിന്റ് 1 സ്ഥാനമേ ഉള്ളൂ. ബാക്കി 2 0 കൊടുക്കുക. ഇവിടെ 1.0 എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും കൂടെ 0 0 0 അത് വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. 1 ഇതെല്ലാം താഴെ എഴുതി കൂട്ടും. 1 1 1 1.111. അതായത് ഓപ്ഷൻ സി ആണ് 1.111. അതായത് ഈ 1 എന്നുള്ളതിനെ അങ്ങനെ തന്നെ എഴുതും. 1 + 1/10 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം .1. 1/100 എന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി കുത്തുന്നു. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ 1. അപ്പോൾ ഒരു സ്ഥാനം ഇല്ലാത്തതിന് ഒരു 0 കൊടുത്തു. 2 സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞ്. 1/1000 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് ഇടത്തോട്ട് 3 സ്ഥാനമാണ്. ഇവിടെ 1 എന്ന് പറയാൻ ഒറ്റ സ്ഥാനമുള്ളൂ. ഇത് 2 0 കൂടെ കൊടുത്തു. .001. വെറും പോയിന്റ് 1നെ നമുക്ക് 0.1 എന്ന് എഴുതാം. വെറും 0.01 എന്ന് എഴുതാം. ഇതൊന്നും ഇടത്തുവശത്തൊന്നും ഇല്ലേ 0 എന്ന് കൊടുക്കാം. അത് താഴെ എഴുതി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 3 സ്ഥാനമാക്കാൻ വെറുതെ 0 ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 1നെ നമുക്ക് 1.000 പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം അതിലേക്ക് വ്യത്യാസം വരത്തില്ല. 0.1നെ നമുക്ക് 0.100 ഒരു സ്ഥാനമേ ഉള്ളൂ. 2 0 ഇട്ട് കൊടുത്തു. 0.01ന് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമേ ഉള്ളൂ. ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. 0.001. പിന്നെ പോയിന്റ് എല്ലാം നേരെ താഴെ വരണം. എന്നിട്ടൊന്ന് കൂട്ടിയാൽ 1.1
0.11. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 0.3, 0.6 ബാർ, 0.75, 1.01 ബാർ. ഇതിന് യുക്തിസഹമായ രൂപത്തിൽ വീണ്ടും എഴുതുമ്പോൾ ലഭിക്കുന്ന എന്താണെന്ന ചോദ്യം. 0.3 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമായതുകൊണ്ട് 3/10 എന്ന് എഴുതാറുണ്ട്. 3/10 എല്ലാത്തിലും വരുന്നുണ്ട്. ഇനി അടുത്ത 0.6 ബാർ എന്ന് പറഞ്ഞാൽ ബാർ റെക്കറിങ് ഡെസിമലാണ്. 6 എന്ന് പറയുന്ന സംഖ്യ ആവർത്തിച്ച് വരുന്നു. 0.6 ബാർ എന്ന് പറഞ്ഞാൽ 0.6 ബാർ എന്ന് പറഞ്ഞാൽ 0.666666 റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആവർത്തക സംഖ്യ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എഴുതിയിട്ട് ഒരു സംഖ്യ ആവർത്തിച്ച് വരുന്നതെങ്കിൽ അടിയിൽ 9, 6/9. ഇനി 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3, 2, 6, 3, 3, 9. അതായത് 2/3 കിട്ടും. 0.75 എന്ന് പറയാൻ 75/100. 2 സ്ഥാനം ആയതുകൊണ്ട് by 100. 25 വെച്ച് കട്ട് ചെയ്യുക. 25, 3, 75, 25, 400. 3/4 കിട്ടും. അടുത്ത 1.01 ബാർ എന്ന് പറഞ്ഞാൽ 1 + 0.01 ബാർ എന്ന് എഴുതാം. 0.01 ബാർ എന്ന് പറഞ്ഞാൽ 1 + എത്ര ബാർ ഇട്ടിട്ടുണ്ടോ അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരും. 0.01, 01, 01 എക്സെട്ര അങ്ങനെ അങ്ങോട്ടങ്ങ് പോകും. അതായത് 1 + 0.0101. 2 സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ആ സംഖ്യ എഴുതിയിട്ട് 99. 3 സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്ന ആ സംഖ്യ എഴുതിയിട്ട് 999 എഴുതണം. 1 + 01/99. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1 × 99 + 01 1 × 99 + 01/99. അപ്പോൾ 99 1 കൂടി എന്ത് ചെയ്യുമ്പോൾ 99 + 01 എന്ന് പറയാം 1/99. 100/99. അപ്പോൾ ഈ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3/10, 2/3. ഇതാണ് ഓപ്ഷൻ സി ആണ്. 2/3, 3/4, 100/99. അതായത് ഓരോന്ന് എഴുതി നോക്കുക. 0.6 ബാർ എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡെസിമൽ ആവർത്തന സംഖ്യയാണ്. 6ന്റെ മുകളിലാണ് ബാറുള്ളത്. അപ്പോൾ 6 ആണ് റിപ്പീറ്റ് ചെയ്തത്. 6. അതായത് ഇപ്പോൾ 0.3 ബാർ അല്ലെങ്കിൽ 0.3333 എന്നാ വന്നതെങ്കിൽ 3/9 എന്ന് എഴുതാം. ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വന്നേ. 0.31 ബാർ അല്ലെങ്കിൽ 0.313131 ഇങ്ങനെ ആവർത്തിച്ച് വന്നെങ്കിൽ ആ സംഖ്യ അങ്ങ് എഴുതിയിട്ട് 2/9 ഇടുക. 3 സംഖ്യ സംഖ്യ എഴുതിയിട്ട് 3/999 ഇടുക. 0.125 സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ ഏത്? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ആയതുകൊണ്ട് ആ സംഖ്യ അങ്ങ് എഴുതിയിട്ട് 1000 എഴുതണം. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണെങ്കിൽ 100. അപ്പം 125/1000. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 0.125. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ആയതുകൊണ്ട് by1000 എഴുതണം. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണെങ്കിൽ by100. പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമാണെങ്കിൽ 10000. പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനമാണെങ്കിൽ by10. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എത്ര? 0.45 എന്ന് പറയാം 45/2 സ്ഥാനം ആയതുകൊണ്ട് 100. ഇത് 5 വെച്ച് കട്ട് ചെയ്യുക. 5, 5, 9, 45, 5, 20, 100. 9/20. ഓപ്ഷൻ ബി ആണ്. 9/20 സമാനമായിട്ടുള്ള ഭിന്നസംഖ്യ. 0.45 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ആയതുകൊണ്ട് 45/100. 3 സ്ഥാനമാണെങ്കിൽ 45/1000. ഇവിടെ 45/100 എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. 5, 9, 45, 5, 20, 100. അതായത് 9/20. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആവർത്തക സംഖ്യ 0.4242 എക്സെട്ര അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആവർത്തക 42 ബാറെന്ന് ഇട്ടാലും അത് റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് 42 എഴുതുക. എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വന്നു? 2. അതുകൊണ്ട് 99. 2/9 ഇട്ട് കൊടുക്കുക. ഇനി 0.5555 വന്നാൽ എക്സെട്ര വന്നാൽ 5/5 ആണ് റിപ്പീറ്റ് ചെയ്ത് ഒരു 9 ഇട്ട് കൊടുക്കുക. 5/9. 0.231231. അപ്പം 3 സംഖ്യ ആവർത്തിച്ച് വന്നു ആവർത്തക സംഖ്യ. ഇനി നമുക്ക് 0.231 എഴുതിയിട്ട് മുകളിലൊരു ബാർ വേണേലും ഇട്ട് കൊടുക്കുക. അതിനെ ആവർത്തക സംഖ്യ എന്ന് പറയാം. 231 എഴുതുക. 3/9. ഇവിടെ 0.250 അങ്ങനെ 250 ആവർത്തിച്ച് വരുന്നതുകൊണ്ട് 250 അങ്ങ് എഴുതുക. 350 രൂപ അതിൽ. ഇവിടെ 0.25555 ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒന്ന് അങ്ങനെ തന്നെ ഉണ്ട്. അതായത് 25. ആദ്യം
ഈ 25 എടുക്കുക. അതിൽ നിന്ന് ഈ റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ ഉണ്ടല്ലോ 25 റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഷോർട്ട് കട്ടാണ് 2 കുറയ്ക്കുക. ആവർത്തിക്കാത്ത 25 2 പോകാൻ 23 വരും. എന്നിട്ട് ഒരു 9 ഇട്ട് 1 റിപ്പീറ്റ് ചെയ്ത് എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. അതുപോലെ 46.4666 മാത്രം റിപ്പീറ്റ് ചെയ്ത് ഈ 46 ഒന്നിച്ചെടുക്കുക. ഈ റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ 4 അത് കുറയ്ക്കുക. 46 4 പോകാൻ 42. ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തെന്ന് ഒരു 9 പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഷോർട്ട് കട്ടാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.